ദൈവത്തോട് പറ്റിയിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവസ്നേഹം വിട്ട് മാറിപ്പോകുന്നവരല്ല, ദൈവത്തിൽ നിന്ന് അകന്നു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഏവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിച്ച ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ഇരമ്യാ പ്രവാചകൻ. ഇരമ്യാ പ്രവചന പുസ്തകം 13-ാം അധ്യായം പ്രാരംഭ വാക്യങ്ങളിൽ ഇങ്ങനെ കാണുവാനായി സാധിക്കുന്നു. ദൈവം ഇരമ്യാവിനോട് പറയുകയാണ്, നീ ഒരു ചണനൂൽ കച്ച വാങ്ങി അരയ്ക്ക് കെട്ടുക. ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് ദൈവം ഇരമ്യാവിനോട് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവിക ബന്ധത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു ശക്തനായ പ്രവാചകനായിരുന്നു ഇരമ്യാവ്. ദൈവം എന്തു പറയുന്നു അത് പ്രൊഫറ്റിക്കലി ചെയ്യുവാൻ ഇരമ്യാവ് തയ്യാറായിരുന്നു. ജനനത്തിന് മുൻപ് തന്നെ പ്രവാചകനായി കണ്ടവൻ, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ശക്തനായിരുന്ന ഈ പ്രവാചകനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നു, ദൈവിക ബന്ധത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. ഒരു അരക്കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ദൈവം എന്തു പറയുന്നു അത് ചെയ്യുവാൻ ഇരമ്യാവ് തയ്യാറായിരുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവൻ ദൈവസ്നേഹം വിട്ട് മാറിപ്പോകുന്നവരല്ല, ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നവരല്ല. ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തോട് പറ്റിയിരിക്കുക, ചേർന്നിരിക്കുക. ആ മുന്തിരിവള്ളിയും കൊമ്പും ചേർന്നിരിക്കുന്നത് പോലെ, ഫലമുണ്ടാകുന്നത് പോലെ ദൈവത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ, ദൈവിക ബന്ധത്തിനകത്ത് നിലനിൽക്കുമ്പോൾ നാം തന്നെ ഒരു അനുഗ്രഹമായി മാറും. ഈ ദിവസങ്ങളിൽ ദൈവിക ബന്ധത്തിനകത്ത് നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേർപെട്ടുപോയ ബന്ധങ്ങളിൽ നിന്ന്, വേർപെട്ടുപോയ ദൈവസ്നേഹത്തിൽ നിന്ന് വീണ്ടും മടങ്ങി വരിക, കർത്താവിൽ പണിയപ്പെടുക, ബന്ധത്തിൽ നിലനിൽക്കുക, ക്രിസ്തുവിൽ വളരുക. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.